കുക്കിംഗ് ലെസൽ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട്. നമ്മുടെ രാവിലത്തെയും കുക്കിങ്ങൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം നമ്മൾ തിളപ്പിക്കൽ വെള്ളം കുടിക്കാനുള്ള വെള്ളമെല്ലാം തിളപ്പിച്ചു. അതിന് ശേഷം ചോറ് നമ്മൾ വെച്ചു. റൈസ് കുക്കറിലാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ, റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. ചോറ് വെച്ചു. പിന്നെ നമ്മൾ മുട്ടക്കറി വയ്ക്കാനുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാവയ്ക്കുള്ള ഏത്തപ്പഴവും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെച്ചു. അപ്പം ഗ്യാസ് രണ്ടുകൂടെ ഒന്നിച്ചായിക്കൊള്ളുമല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് കാണാവുന്നു. എത്ര മനോഹരമാണ് രാവിലെ നമ്മൾ മുറ്റത്തിറങ്ങി കുറച്ച് നേരം നിൽക്കുമ്പോൾ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അല്ലേ, പച്ചപ്പ് നിറഞ്ഞ ആ ഒരു പ്രഭാതം ഒത്തിരി സന്തോഷം നമുക്ക് തരും. രാവിലെ മുറ്റത്തിറങ്ങി കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അതൊരു വേറെ ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല ആ സന്തോഷം അല്ലേ. പിന്നെ അതിന് ശേഷം നമുക്ക് കൃഷിയുണ്ട്. അപ്പോൾ ആ കൃഷി സ്ഥലത്ത് നിന്ന് നമ്മൾ കപ്പ പറിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചു. കപ്പയെല്ലാം പറിച്ചുകൊണ്ട് വന്ന് വെച്ചു. അപ്പോൾ ഇന്ന് കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എല്ലാവരും കപ്പ വേവിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ കപ്പയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടാണ് പെട്ടെന്ന് വേകുന്ന കപ്പ. അപ്പോൾ പെട്ടെന്ന് കപ്പ വെന്തു. അപ്പം നമ്മൾ തേങ്ങയും മുളകും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ച് ചേർത്ത് മഞ്ഞൾപ്പൊടിയെല്ലാം കൂടെ ചേർത്ത് അത് നമ്മൾ പെട്ടെന്ന് കപ്പയാക്കി വെച്ചു. അപ്പോൾ അതിനുള്ളത് കാന്താരി മുളകും തേങ്ങയുടെ വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി മാറ്റി വെച്ചു. പിന്നെ ഇപ്പോൾ രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെഡി ആയല്ലോ. പിന്നെ നമുക്ക് ഉച്ചക്കത്തേനുള്ള ചോറ് റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പം പിന്നെ മോരുകറി വെക്കാമെന്ന് വെച്ചു. മോരുകറി ഏത്തപ്പഴം ഇട്ടാൽ മോരുകറി ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുളി കൂടുതലുള്ള മോരാണെങ്കിൽ ഏത്തപ്പഴം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പുളി കുറയില്ല. അപ്പോൾ അങ്ങനെ ഏത്തപ്പഴം ഇട്ട് മോരുകറി ഉണ്ടാക്കി വെച്ചു. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി വെക്കാമെന്ന് വെച്ചു. അതും വെച്ചു. അതിനുശേഷം നമ്മൾ വൻപയർ കുറച്ച് തോരനും കൂടെ വെച്ചു. മെഴുക്കുപുരട്ടി കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് വൻപയർ തോരനും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വൻപയർ തോരനും വെച്ചു. വെൺപയർ വേവിച്ചപ്പം കുറച്ചെടുത്ത് മാറ്റി വെച്ചു. കാരണം ഉച്ചയ്ക്ക് വെക്കുന്ന നമുക്ക് വൈകിട്ട് തന്നെ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ചൂട് കൂടുതലല്ലേ, അതൊക്കെ അങ്ങ് അഴുക്കായി പോകത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ച് നമുക്ക് മെഴുക്കുപുരട്ടി വൈകിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പം വൻപയർ മെഴുക്കുപുരട്ടി വൈകിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അത് കുറച്ച് മാറ്റിയെന്ന് വെച്ചു. പെട്ടെന്ന് ഒന്നിച്ച് കുക്കറിലാകുമ്പോൾ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പം പിന്നെ നമുക്ക് വൈകിട്ട് പിന്നെ വേവിക്കണ്ടല്ലോ എന്ന് കരുതി ഉണ്ടാക്കി മാറ്റി വെച്ചു. നമുക്ക് ഗ്യാസിന് ലാഭിക്കാമല്ലോ. അതിനുശേഷം നമ്മൾ നാരങ്ങ ഉണ്ട്. അപ്പം നാരങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചു. കറുനാരങ്ങ വാങ്ങിച്ചായിരുന്നു. 2 ചെറിയ നാരങ്ങയായിരുന്നു. അപ്പം നമ്മളത് കറി വയ്ക്കാനായിട്ട് നമ്മളത് ഞാൻ അരിഞ്ഞ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് അരിയുന്നത്. അപ്പോൾ പെട്ടെന്ന് നല്ലതാണ് അങ്ങനെ വയ്ക്കുന്നത്. പിന്നെ അത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടുക് ഉലുവ എല്ലാം ഇട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറുനാരങ്ങ അതിലേക്കിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ ആ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കും, അങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കുടിക്കുക. അതിലിപ്പോൾ നാരങ്ങയുടെ തോട് അത് നല്ല നാരങ്ങാക്കറി വെക്കാനായിട്ട്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. നമുക്ക് എടുത്ത് വെച്ചാൽ മതി, അത് നാരങ്ങാക്കറിക്ക് നല്ല. അപ്പോൾ അതും കുറച്ചുണ്ടായിരുന്നു. അതും നാരങ്ങാക്കറിയാക്കി മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ 2 നാരങ്ങാക്കറി വെച്ചല്ലോ. അപ്പോൾ കുറച്ച് ദിവസം തന്നെ ആകുമല്ലോ. അങ്ങനെ കറുനാരങ്ങ ഉണ്ടാക്കി. അപ്പോൾ അന്ന് ഉച്ചക്കത്തേനുള്ളതെല്ലാം റെഡി ആയല്ലോ. പിന്നെ വൈകിട്ടത്തേന് ജ്യൂസ് എന്തെങ്കിലും ഇപ്പോൾ കുടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും തണ്ണിമത്തനോ അതൊക്കെ എന്തെങ്കിലും ജ്യൂസാക്കി കുടിക്കും. കാരണം ചൂട് സമയമാകുമ്പോൾ നമ്മൾ തണുപ്പിനുള്ള എന്തെങ്കിലും വെള്ളമാണല്ലോ കുടിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെയാണ് കുറേ ദിവസമായിട്ട് ഇപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആകുമല്ലോ. അങ്ങനെ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസ്. നാരങ്ങ വെള്ളം ഏറ്റവും നല്ലതാണ്. ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലത് നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളം കുടിച്ചാൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെ തണ്ണിമത്തൻ അത് ജ്യൂസ് ഉണ്ടാക്കും. അതെന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാക്കി അങ്ങനെ കുടിച്ചു. അതിനുശേഷം ഓരോ ദിവസം അങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ വൈകിട്ടത്തേന് വിളക്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം. വിളക്കെല്ലാം തേച്ച് വൃത്തിയാക്കി എല്ലായിടം മുറികളൊക്കെ എല്ലാം തുടച്ച് അങ്ങനെ വൃത്തിയാക്കി. അപ്പം വൈകിട്ടത്തേന് അങ്ങനെയുള്ള പണികളൊക്കെ ആയി. പിന്നെ വൈകിട്ടായപ്പോൾ വിളക്കെല്ലാം കത്തിക്കാനെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഒരു ദിവസത്തെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. എല്ലാവരുടെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ കുക്കിങ്ങും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്നും കാണിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ ഇട സമയത്ത്. അങ്ങനെ ഇനി അത് ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, കമൻറ്റ് ചെയ്യുക. കുറവുകളൊക്കെ കാണും. കുറവുകളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുമല്ലോ. അതൊക്കെ ഒന്ന് പരിഗണിച്ച് എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.
എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എല്ലാവരുടെയും ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്, പറയൂ വിശേഷങ്ങളെല്ലാവരും. അപ്പോൾ വീഡിയോ ഒക്കെ കാണുക. ഓക്കെ, ബൈ.